Hello everyone, welcome back to I4CUT track. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് എല്ലാവർക്കും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. പക്ഷെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരൊറ്റ ഫോർമുലയിലൂടെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് പാർട്ട്ണർഷിപ്പ് ഫോർമുല അറിയെങ്കിൽ നമുക്ക് പാർട്ട്ണർഷിപ്പിൽ വരുന്ന ഏതൊരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമുക്ക് ആദ്യം തന്നെ അത് ഏതാ ഇക്വേഷൻ എന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫോർമുല വരുന്നത്. അതായത് റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻടു ടൈം ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്നാണ്. ഓക്കെ, റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻടു ടൈം ഈക്വൽ ടു റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്നാണ് നമ്മളെ ഇക്വേഷൻ വരുന്നത്. അതായത് എയും ബിയും ഒരു ബിസിനസ് തുടങ്ങി. എയും ബിയും ഒരു ബിസിനസ് തുടങ്ങുകയാണ്. എ ഒരു 10,000 രൂപ അതിൽ എന്താക്കി ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, ദെൻ ബി ചെയ്തതോ 12,000 രൂപയാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തത്. ഓക്കെ, ദെൻ എ അവിടെ ഒരു കൊല്ലത്തിന്റെ അവസാനം പ്രോഫിറ്റ് അവർ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഓക്കെ, ആ കൊല്ലത്തിൽ ആ 12 മാസവും എ ഉണ്ടായിരുന്നു. ബി ഉണ്ടായിരുന്നത് എത്ര മാസമേ ഉണ്ടായിരുന്നുള്ളൂ? ആകെ 5 മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ ഇക്വേഷനിലേക്ക് ഇടുകയാണെങ്കിൽ എങ്ങനെയാ വരികയെന്ന് വെച്ചാൽ എന്റെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പറഞ്ഞു 10,000 രൂപയാണ് എന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. ദെൻ എ എത്ര മാസം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞത് 12 മാസം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻടു ടൈം ഈസ് ടു ബിയുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് നമ്മൾ പറഞ്ഞത് 12,000 രൂപ. ദെൻ അവരുണ്ടായിരുന്നത് എത്ര മാസമായിരുന്നു? ഒരു കൊല്ലത്തിൽ 5 മാസമായിരുന്നു അവരുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇൻറ്റു 5 ഈക്വൽ ടു റേഷ്യോ ഓഫ് പ്രോഫിറ്റ്. അതായത് എയുടെ പ്രോഫിറ്റ് ഈസ് ടു ബിയുടെ പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യുക, വാല്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇൻവെസ്റ്റ് എത്ര ചെയ്യുന്നോ. നമുക്കറിയാം ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ രണ്ടാളും വ്യത്യസ്ത രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് വ്യത്യസ്ത രീതിയിലായിരിക്കും പ്രോഫിറ്റും ലഭിക്കുന്നത് അല്ലെ. ഇൻവെസ്റ്റ്മെന്റ് എത്ര കൂടുന്നോ അത്ര അധികം പ്രോഫിറ്റും ഉണ്ടാവും. ഇൻവെസ്റ്റ്മെന്റ് എത്ര കുറയുന്നോ അത്ര കുറവായിരിക്കും പ്രോഫിറ്റും ഉണ്ടാവുക അല്ലെ. ദെൻ ഇൻവെസ്റ്റ്മെന്റും പ്രോഫിറ്റും എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതന്നെയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനിലൂടെ പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റും ടൈമും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? പ്രോഫിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെ ഇൻവെസ്റ്റ്മെന്റും ടൈമും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ദെൻ നമുക്ക് എന്ത് നോക്കാം? ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. പി ആൻഡ് ക്യൂ ജോയിൻലി ബൈ എ ഹോട്ടൽ. പി ഇൻവെസ്റ്റ് 6 times the investment of Q. On receiving profit of Rs 84,000, what will be the P's share in it? ഓക്കെ, അപ്പോ പിയും ക്യൂവും എന്താക്കി ഒരുമിച്ചൊരു ഹോട്ടൽ തുടങ്ങുകയാണ്. ഓക്കെ, പിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 6 times the investment of Q ആണ്. അപ്പൊ നമ്മൾ പിയുടെ ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ പി തന്നെ എടുത്തു എന്ന് വെച്ചോ. ക്യൂയുടെ ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ ക്യൂ എന്നും എടുത്തു. ദെൻ നമ്മളോ പറഞ്ഞിട്ടുണ്ട് പിയുടെ ഇൻവെസ്റ്റ്മെന്റ് 6 times the investment of Q ആണ്. പി ഇൻവെസ്റ്റ് 6 times the investment of Q. ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 6 times Q ആണ് അല്ലെ. ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ? ദെൻ പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 6/1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്കറിയാം എ ഈസ് ടു ബി എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? എ ഈസ് ടു ബി ഈക്വൽ ടു എ ബൈ ബി അല്ലേ. അല്ലെ, നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ പി ബൈ ക്യൂനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പി ഈസ് ടു ക്യൂ എന്ന് എഴുതാൻ പറ്റും. ദെൻ 6/1നെ 6:1 എന്ന് എഴുതാൻ പറ്റും. ഇതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ പിയും ക്യൂ ഒക്കെ എന്താണ്? പിയുടെ ഇൻവെസ്റ്റ്മെന്റും ക്യൂയുടെ ഇൻവെസ്റ്റ്മെന്റും ആണ്. അപ്പൊ ഇതിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ പിയുടെയും ക്യൂയുടെയും ആകെ ഇൻവെസ്റ്റ്മെന്റിനെ എന്താക്കി തിരിച്ചാല് 7 ഭാഗമാക്കി തിരിച്ചാല് അതിൽ 6 ഭാഗം പിയുടേതായിരിക്കും. ദെൻ 1 ഭാഗം ക്യൂയുടേതായിരിക്കും. ഓക്കെ, ആകെ ഇൻവെസ്റ്റ്മെന്റിനെ 6+1 7 ഭാഗങ്ങളാക്കി തിരിച്ചാല് അതിൽ 6 ഭാഗം എന്തായിരിക്കും? പിയുടേതായിരിക്കും. ആൻഡ് 1 ഭാഗം ആരുതായിരിക്കും? ക്യൂയുടേതായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഇൻവെസ്റ്റ് എത്ര ചെയ്യുന്നോ അത്ര ആയിരിക്കും അവർക്ക് പ്രോഫിറ്റും കിട്ടുന്നത് അല്ലെ. അപ്പൊ പ്രോഫിറ്റിന്റെ ഷെയറും എങ്ങനെയായിരിക്കും? പ്രോഫിറ്റിന്റെ ഷെയറും വരുന്നത് ആകെ പ്രോഫിറ്റിനെ 7 ഭാഗമാക്കി തിരിച്ചാല് 6 ഭാഗം പിയുടേതായിരിക്കും, 1 ഭാഗം ക്യൂയുടേതായിരിക്കും. സോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 84,000 രൂപയാണ് അവരുടെ ആകെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ 84,000 രൂപയെ 7 ഭാഗങ്ങളാക്കി തിരിച്ചാൽ 6 ഭാഗമായിരിക്കും ആര് പ്രോഫിറ്റ് എന്ന് പറയുന്നത്? പിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പിന്റെ ഇതിലെ പ്രോഫിറ്റ് ഷെയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? പി ഷെയർ എന്ന് പറഞ്ഞാല് എത്രയായിരിക്കും? 7 ഭാഗമാക്കിയതിൽ 6 ഭാഗം. അപ്പൊ 6/7 ഇതല്ലേ,
7 6 ഭാഗമാണ് പിയുടെ ഷെയർ. 6/7 ഇൻറ്റു 84,000 ആണ് അല്ലെ. 6/7 ഇൻറ്റു 84,000 ആണ്. ദെൻ എങ്ങനെ എഴുതാം? എന്താണ്, ഇവിടെ ഒരു 7 ഉണ്ട്. 84ൽ എത്ര 7 ഉണ്ടാവും? 12 7 ഉണ്ട് അല്ലെ. അപ്പൊ എത്രയായിരിക്കും കിട്ടുക? 12 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 72,000 ആയിരിക്കും എന്ത് പിയുടെ ഷെയർ എന്ന് പറയുന്നത്. ദെൻ നിങ്ങൾക്ക് ക്യൂയുടെ ഷെയർ കാണാൻ പറ്റില്ലേ? ക്യൂയുടെ ഷെയർ ഇങ്ങനെ കാണാം 1/7 ഇൻറ്റു 84,000, അല്ലെങ്കിൽ 84,000 എന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? 72,000 മൈനസ് ചെയ്താൽ മതി, ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, ദെൻ വേറൊരു പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലം നോക്കിക്കേ. രോഹിത് സ്റ്റാർട്ട്സ് എ ട്രാവൽ ഏജൻസി ബൈ ഇൻവെസ്റ്റിംഗ് Rs 40,000. After 4 months, Raj joins the agency. Raj invests Rs 50,000. What will be the profit share of Raj if they earn a total of Rs 1,87,000 as profit in the entire year? സോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്, രോഹിത് ഒരു ട്രാവൽ ഏജൻസി സ്റ്റാർട്ട് ചെയ്തു. ദെൻ രോഹിത് എത്ര രൂപയാണ് ട്രാവൽ ഏജൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്തത്? രോഹിത്തും ഉണ്ട്, രാജു ഉണ്ട്. രോഹിത് ട്രാവൽ ഏജൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്തത് എന്താണ്? 40,000 രൂപയാണ് അല്ലെ. 40,000 രൂപയാണ്. ദെൻ അവരുണ്ടായിരുന്നത് എത്ര മാസമായിരിക്കും അവരുണ്ടായിരുന്നത്? ഇൻവെസ്റ്റ്മെന്റോ എന്താണ്? റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം ഈക്വൽ ടു റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്നാ പറഞ്ഞത്. റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമുക്കറിയാം, ടൈം എന്ന് പറയുന്നത് ഒരു എൻറ്റയർ ഇയറിലെ പ്രോഫിറ്റ് ആണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവര് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ രോഹിത് ഉണ്ടായിരുന്നു. അപ്പൊ 12 മാസവും രോഹിത് ഉണ്ടായിരുന്നു. പക്ഷെ രാജ് ഉണ്ടായിരുന്നത് എത്ര മാസമാണ്? ആഫ്റ്റർ 4 months ആണ് രാജ് ജോയിൻ ചെയ്തത്. സോ എന്തായിരിക്കും? ആഫ്റ്റർ 4 months എന്ന് പറയുമ്പോൾ 12 - 4 8 month മാത്രമേ ആരുണ്ടായിരുന്നുള്ളൂ? രാജ് ഉണ്ടായിരുന്നുള്ളൂ. ദെൻ രാജിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 50,000 ആണ്. രാജ് ഉണ്ടായിരുന്നത് 8 മാസമാണ്. ഇറ്റ്സ് ഈക്വൽ ടു എന്തായിരിക്കും? പ്രോഫിറ്റ് പറഞ്ഞിട്ടില്ല. അപ്പൊ പ്രോഫിറ്റ് ഓഫ് രോഹിത് ഈസ് ടു പ്രോഫിറ്റ് ഓഫ് രാജ ആയിരിക്കും. ദെൻ ഇവിടുന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 10,000 കൊണ്ട് രണ്ടിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടുത്തെ 4 0 പോവും, ഇവിടുത്തെ 4 0 പോവും. ദെൻ 4 × 12 എന്ന് പറയുന്നത് എത്രയാണ്? 48 ഈസ് ടു 5 × 8 എന്ന് പറയുന്നത് 40 ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഓഫ് രോഹിത് ഈസ് ടു പ്രോഫിറ്റ് ഓഫ് രാജാണ്. ദെൻ 48നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും നമുക്ക്? 6 കിട്ടും അല്ലെ. 6 ഈസ് ടു 14 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഓഫ് രോഹിത് ഈസ് ടു പ്രോഫിറ്റ് ഓഫ് രാജാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആകെ പ്രോഫിറ്റിനെ 6 + 5 പറയുമ്പോൾ 11. ആകെ പ്രോഫിറ്റിനെ 11 ഭാഗങ്ങളാക്കി തിരിച്ചാല് അതിൽ 6 ഭാഗം ആരുടേതായിരിക്കും? രോഹിത്തിൻ്റെതായിരിക്കും. ദെൻ 5 ഭാഗം ആരുടേതായിരിക്കും? രാജിൻ്റെതായിരിക്കും. ഓക്കെ, ആകെ പ്രോഫിറ്റിനെ 11 ഭാഗങ്ങളാക്കി തിരിച്ചാല് 6 ഭാഗം രോഹിത്തിൻ്റെതും 5 ഭാഗം രാജിൻ്റെതും ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആകെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1,87,000 ആണ്. 1,87,000 ആണ് ആകെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആരെ പ്രോഫിറ്റ് ആണ്? പ്രോഫിറ്റ് ഷെയർ ഓഫ് രാജ് ആണ് ചോദിച്ചിട്ടുള്ളത്. രാജിന്റെ എത്രയാണ്? 5 ഭാഗമാണ് അല്ലെ. 11ൽ 5 ഭാഗം. അപ്പൊ പ്രോഫിറ്റ് ഷെയർ ഓഫ് രാജ് എന്ന് പറയുന്നത് 11ൽ 5 അല്ലെ ഇൻറ്റു 1,87,000. ഇത് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 85,000 കിട്ടും. ഓക്കെ, 85,000 കിട്ടും. അപ്പൊ പ്രോഫിറ്റ് ഷെയർ ഓഫ് രാജ് എന്ന് പറയുന്നത് 85,000 ആണ്. ഇനി രോഹിത്തിന്റെ ആണ് കാണാൻ പറഞ്ഞത് എങ്കിലോ ഒന്നുമില്ല, എന്തായിരിക്കും? 6/11 ഇൻറ്റു 1,87,000. ഓക്കെ അല്ലേ. ദെൻ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റേഷ്യോ ഓഫ് പ്രോഫിറ്റ് ഓഫ് P, Q and R are 5:8:9 respectively. What is the investment ratio if their investment time period ratio is 2:5:8? അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? റേഷ്യോ ഓഫ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 5:8:9 ആണ്. ദെൻ എന്താ തന്നത്? ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ ടൈം പീരീഡിന്റെ റേഷ്യോ 2:5:8 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മൾ ഇക്വേഷൻ എന്താണ്?
റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ നമുക്ക് റേഷ്യോ ഓഫ് ടൈം അറിയാം, റേഷ്യോ ഓഫ് പ്രോഫിറ്റ് അറിയാം. അപ്പൊ റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഇൻറ്റു ടീനെ ഈക്വൽ ടുന്റെ ഈ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ P/T ആവും അല്ലെ. അപ്പോൾ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ എന്താണ്? റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5:8:9 ആണ് നമ്മളെ എന്തിന്റെ റേഷ്യോ? എന്തിന്റെ റേഷ്യോ ആണ് 5:8:9? പ്രോഫിറ്റിന്റെ റേഷ്യോ അല്ലെ. അപ്പൊ 5:9. ദെൻ ടൈം പീരീഡ് റേഷ്യോ എന്ന് പറയുന്നത് 2:5:8 ആണ്. അപ്പൊ ആദ്യത്തേതിന്റെ 2 ഡിവൈഡഡ് ബൈ 2:5:8 2:5:8 ആണ്. ഓക്കെ, പക്ഷെ നമുക്കറിയാം എന്ത്? A/B ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് എന്താവില്ല, ഒരു A/B ഫോമിലായിരിക്കൂല അല്ലല്ലോ. എന്താ നമ്മൾ പറയും ഒരാള് ബിസിനസ്സിൽ 5/8 ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയൂലല്ലോ. നമ്മൾ കറക്റ്റ് ഒരു സംഖ്യ ആയിരിക്കും പറയാം. അപ്പൊ ഈ A/B ഫോമിനെ നമുക്ക് എന്ത് ചെയ്യണം? ഒരൊറ്റ സംഖ്യ ആക്കണം. ഓക്കെ, ഒരൊറ്റ സംഖ്യ ആക്കണം, ഇങ്ങനെ ഒരു പൂർണ്ണ സംഖ്യകളാക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ LCM ആണ്. LCM ആണ് നമുക്ക് എടുക്കണ്ടേ. LCM നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. LCM HCF ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പൊ LCM ഓഫ് 2,5,8 നോക്കാം. ഓക്കെ, LCM ഓഫ് 2,5,8. അപ്പൊ നമുക്ക് LCM 2,5,8 40 ആണ്. പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ വെച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ 40 ആണ്. ദെൻ നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ചാല് ഈ 3 ഫ്രാക്ഷനെ എന്താക്കുക? 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 40 × 5/2 ഈസ് ടു 40 × 8/5 ഈസ് ടു 40 × 9/8 ഉണ്ടാവും. ദെൻ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ 22 ഉണ്ട് അല്ലെ. 20 × 5 100 ഈസ് ടു ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ 8 5 ഉണ്ട് അല്ലെ. 8 × 8 64 ഈസ് ടു ഇവിടെ ഒരു 8 ഉണ്ട്, ഇവിടെ 5 8 ഉണ്ട്. 5 × 9 എന്ന് പറയുമ്പോൾ 45. അപ്പൊ നമ്മളെ റേഷ്യോ എന്ന് പറയുന്നത് 100:64:45 ആയിരിക്കും. ഓക്കെ, ഇത് സിമ്പിൾ അല്ലേ. ദെൻ ഇത്രയും കാര്യങ്ങളാണ് പാർട്ട്ണർഷിപ്പിൽ നമുക്ക് വളരെ ബേസിക് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടേ ആകെ ഒരു പാർട്ട്ണർഷിപ്പ് ഫോർമുല പഠിച്ചാൽ നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഈസി ആയിരിക്കും ചെയ്യാൻ. അപ്പൊ പാർട്ട്ണർഷിപ്പ് ഫോർമുല ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. എന്താണ്? റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് പ്രോഫിറ്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഫോർമുല. അപ്പൊ നല്ലോണം പഠിക്കട്ടോ, കുറേ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ദെൻ ഓൾ ദി ബെസ്റ്റ്.